ഫ്രണ്ട്സ്, അപ്പം വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ആക്ച്വലി പത്താംകോട്ടിലാണ്. ഞാൻ ഇന്നലെ വൈകിട്ടായപ്പോൾ പത്താംകോട്ടിലെത്തി. ആൻഡ് ലൈക്ക് ദ ആക്ച്വൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ശ്രീനഗറൊക്കെ കൂടി ലേ ഒന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എനിവേ ലെറ്റ്സ് കീപ് മൂവിങ്. കഥകളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് സംസാരിക്കാം. അപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ ഓൾ ഇന്ത്യ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ വെച്ചൊരു സ്ഥലമായിരുന്നു ലേ ലഡാക്ക്. കാരണം എല്ലാ ബൈക്കേഴ്സിൻ്റെ ഒരു ഡ്രീമാണ് ആ ഒരു റൂട്ടിൽ കൂടെ ബൈക്കായിട്ട് ഇങ്ങനെ ഓടിച്ച് പോകാന്നുള്ളത്. സോ ലൈക്ക് ഞാൻ തന്നെ പോകാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ആ രീതിയിൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള എല്ലാം ഓക്കെ ആയപ്പോഴാണ് പിന്നെ ലൈക്ക് വീട്ടിൽ നിന്നൊരു ലാസ്റ്റ് മിനിറ്റ് ടെൻഷനായത്. വേറെ ഒന്നുമില്ല, അവിടുത്തെ റോഡ്സും കണ്ടീഷൻസും പിന്നെ തന്നെയും കൂടെ അതിൽ പോകുന്നത് അവർക്ക് ഒരു ഇതായി. പിന്നെ ഞാൻ അവിടുത്തെ ഒരു ഏജൻസിക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ആ ഏജൻസിയുടെ കൂടെ ലൈക്ക് ഒരു 10-15-20 പേരോളം ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ റൈഡ് ചെയ്ത് പോവാന്നുള്ള രീതിയിലേക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി, പേയ്മെൻ്റ് എല്ലാം കൊടുത്തു. ആൻഡ് ലൈക്ക് ഞാൻ പിന്നെ വരുന്ന സമയത്താണ് ഈ ഇവിടുത്തെ ഈ ശ്രീനഗറിലൊക്കെയുള്ള മറ്റേ ടെററിസ്റ്റിൻ്റെ പ്രോബ്ലം കുറച്ചും കൂടെ മുറുകി വരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്കി ആയി തുടങ്ങിയായിരുന്നു. സോ ഞാനത് ഇവിടെ മുംബൈ അവിടേക്ക് എത്താറാകുമ്പോൾ ഏജൻസിയിലൊന്നുകൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഫർദർ മൂവ് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. ലൈക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ സംവെയർ എൽസ്, ആ ഒരു രീതിയിൽ. അപ്പോൾ ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം അവരെ ഫോം വിളിച്ചിട്ട് കിട്ടാൻ പാടായി തുടങ്ങി. പിന്നെ ഞാൻ മെയിൽ ചെയ്തു. പിന്നെ എനിവേ ഐ ഗോട്ട് എ കോൾ ബാക്ക് ഫ്രം ദം. ആൻഡ് ലൈക്ക് അവർ പറഞ്ഞു, അവിടുത്തെ ഒരു റോഡ് ക്യാപ്റ്റൻ ഉണ്ട്, പുള്ളി പറഞ്ഞു ഇപ്പം വഴി ഓക്കെയാണ്, പ്രോബ്ലം ഇല്ല, കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് ഡേറ്റ് ഒക്കെ വെച്ച് അവിടുന്ന് ഒരു പ്ലാനൊക്കെ ചാർട്ട് ചെയ്ത് തന്നു അവിടം വരെ എത്താനുള്ള. അതെല്ലാം നിൽക്കുക. ഞാൻ ഇന്നലെ പത്താംകോട്ടിലേക്ക് വരുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ ബൈക്കിൻ്റെ ഫോഗ് ഓൺ ആവുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവായി. ഇത് ശ്രീനഗർ പോയിട്ട് സ്റ്റേ അടിക്കാന്നുള്ള പ്ലാനായിരുന്നു, രാത്രി കുറച്ച് നേരം റൈഡ് ചെയ്തിട്ട്. ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇവിടെ പത്താംകോട്ടിൽ സ്റ്റേ അടിച്ചു. സ്റ്റേ അടിച്ചിട്ട് ഞാൻ രാത്രിയിൽ ഇവരെ കോണ്ടാക്ട് കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ആ മൊത്തം ഒരു കൺഫ്യൂഷനായി. പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴാണെങ്കിലും അവിടുത്തെ ലോക്കൽസ് എന്നെ കണ്ടിട്ട് പറഞ്ഞു ശ്രീനഗർ കൂടി പോകണ്ട, JK മൊത്തം സീനാ, മൊത്തം ഇളകിയിരിക്കുക, രാവിലെ എന്താ വേറെ അവിടെ പൊട്ടൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് പൊളിഞ്ഞു. കാരണം ഒന്നും ചെയ്യാനില്ല. ഇപ്പം അവിടെ പോയി തല വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് നാട്ടിൽ പോലും വരാൻ പറ്റില്ല എന്നുള്ളൊരു മൂഡായിപ്പോൾ. ട്രൈ ടു കോണ്ടാക്ട് ദ ഏജൻസി, പക്ഷേ അവരും റെസ്പോൺസ് ഇല്ല. ഇനി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയെന്നാണ് എൻ്റെ സംശയം. ഞാനതിലൊരു മെയിൽ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഇവിടെ വരെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുളു സൈഡിൽ കസോൾ മണാലി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. ഞാനവിടെ നേരത്തെ ഇതിനു മുമ്പും 1-2 തവണയൊക്കെ പോയിട്ടുണ്ട്, ബട്ട് മോട്ടോർ സൈക്കിളിലല്ലാന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് മുന്നോട്ട് നോക്കിക്കേ, എത്ര അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണെന്ന്. ഇത് ഭയങ്കര വെൽക്കമിങ് ചെയ്യുന്ന പോലെ ആ ഓരോ മരങ്ങൾ ഇങ്ങനെ നമ്മളെ എല്ലാം ഹിന്ദിയിൽ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു പിടുത്തവുമില്ല ഏതാ എവിടെയാന്നൊക്കെ. നമ്മൾ നൈസായിട്ട് ഗൂഗിൾ മാപ്പിൽ തന്നെ നോക്കി അങ്ങ് പോവുകയാണ്. നമുക്കിനി കുളു ആ സൈഡിലേക്കൊക്കെ എത്താൻ ഒരു 6 മണിക്കൂറും യാത്രയുണ്ട്. 300 കിലോമീറ്റേഴ്സ് താഴെയുണ്ട് നിയർലി. ബ്യൂട്ടിഫുൾ റോഡ്സ്. ബൈക്കിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയായിരുന്നു. ഞാൻ ഇതുവരെ വന്നതിൽ എനിക്ക് നമ്മുടെ നാട്ടിലെ പോലെ സെയിം പ്രൈസ് കിട്ടിയ ഒരു കടയിലാണ് യോക്കോഹോമയുടെ ഒരു ഓതറൈസ്ഡ് ആയിട്ടൊരു ഡീലേഴ്സാണ് തോന്നുന്നു, പ്രിൻസ് മോട്ടോഴ്സ്. കൊള്ളാം. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ 20 രൂപയെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചിലയിടത്തൊക്കെ എന്നെ ഇട്ട് അറക്കുവാണ്, 50 രൂപ 100 രൂപ. എനിവേ പ്രഷർ കറക്റ്റാണ്. ആൻഡ് ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബാക്ക് സെയിം പ്രഷറിൽ തന്നെ ആയിരുന്നു, ഫ്രണ്ട് ഒരൊറ്റ പീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ എവറിത്തിങ് ലുക്സ് ഗുഡ്. നാട്ടിലേക്കാളും എന്നാ പറയുന്നൊരു 10-13 രൂപ, അല്ലെ 14 രൂപ, അല്ലെ 20 രൂപ താഴെ വ്യത്യാസമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വെൽക്കംസ് യു, ടണൽ നമ്പർ 1, ലെങ്ത് 1.8 കിലോമീറ്റേഴ്സ്. കൊള്ളാം.
അമ്പമ്പോ, ഇത് വേറെ മൂടാ കേട്ടോ. എൻ്റെ മാനെ. നമ്പർ 4ലേക്ക് കയറുകയാണ്. എൻ്റെ ലെങ്ത് വന്നേക്കുന്നത് 1.3 കിലോമീറ്റേഴ്സ് അടുത്താണ്. 60 ആണ് സ്പീഡ് ലിമിറ്റ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും കിട്ടുന്ന മൊമെന്റ്സ് ഒന്നുമല്ലോ ഇങ്ങനെ ബൈക്ക് എടുത്ത് ഇങ്ങനെ 1-2 ആഴ്ചയൊക്കെ ഇങ്ങനെ നടക്കാൻ. ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ജീവിക്കണം എന്നുള്ളതാണ് ആർക്കും പൊതുവെ ഭയങ്കര കുറവായിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഈ യാത്രയ്ക്ക് തിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്നാ പറയുന്നത്, അവർക്ക് പോകാൻ പറ്റാത്തതിൻ്റെതായ ഒരു രീതിയിലെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സാണ് ആ രീതിയിലേക്ക് ആക്കിയെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ഇത് എൻ്റെ മനസ്സിൽ എത്ര ഇതായിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഞാൻ ആരുടെ ഇതും നോക്കാതെ ഇറങ്ങിയത്. യാത്രയൊക്കെ ചെയ്യണ്ടേ, ചുമ്മാ ഇങ്ങനെ ജീവിച്ചിട്ടെന്താ കാര്യം. 100 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. 2-2.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഫുഡ് എവിടെയെങ്കിലും കഴിക്കാനൊന്ന് കയറണം. വാവ്, നമ്മളൊരു പാലത്തിൻ്റെ വെളിയിൽ കൂടെ കയറാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവിടെ വെള്ളത്തിൻ്റെ കളറ്. പ്ലാൻ ചെയ്ത പോലെയല്ല ജീവിതത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ ഒരു ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ വലിയ പ്ലാനൊന്നും ഇടാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അങ്ങ് പോവാ, എന്നിട്ട് പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് പ്ലാൻ ചെയ്ത് ആ ഒരു മൈൻഡായിരുന്നു. പിന്നെ ഒരു 2-2.5 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും റിട്ടേൺ അടിക്കണം, ആ ഒരു ഇതിലങ്ങ് ഇറങ്ങി. നമ്മൾ ലഡാക്കൊക്കെ ഒന്ന് പോയി കാണാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം എന്താണ് ഇത്രയും ദൂരമൊക്കെ എത്തി. പക്ഷേ ഞാനവിടെ ഇപ്പോൾ ഒരു ഏജൻസി ത്രൂ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീനഗറിൽ ചെറിയ രീതിയിൽ അറ്റാക്ക് ഉണ്ടായത്. അപ്പം ഇനിയിപ്പോൾ ഒരു വാറിനുള്ളൊരു സാധ്യത കാണുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കാര്യം പറഞ്ഞാൽ ഇവിടെ പത്താംകോട്ട് വരെ പോയായിരുന്നു ഞാൻ. പക്ഷെ രാവിലെ തന്നെ അവിടുത്തെ ലോക്കൽസ് എൻ്റെ അടുത്ത് പറഞ്ഞു, JK ജമ്മു കാശ്മീരിൻ്റെ അങ്ങോട്ടൊന്നും പോകണ്ട, സീനാണ്, ശ്രീനഗറൊക്കെ ഇളകിയിരിക്കുക, അപ്പം അത് വേണ്ട എന്നുള്ള രീതിയിൽ അവരും അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരും ഇങ്ങനെ കൺഫ്യൂസ്ഡാണ്. കാരണം ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസലായി, അങ്ങനെയൊക്കെയാണ് ബ്രോ എന്നൊക്കെ അവരും പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു എന്നാൽ ഓക്കെ, നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു പ്ലാനിൽ. അപ്പോൾ ഞാനിവിടെ ഹിമാചൽ പ്രദേശിൽ പറ്റുവാണെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ ഒന്ന് കയറിയിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം നമുക്കിവിടെ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുക, അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക, ആ ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷേ ലഡാക്ക് പോയി കഴിഞ്ഞാൽ ഇതിനും കൂടെയുള്ള സമയം കിട്ടുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷേ ഇപ്പം കറങ്ങിച്ചിട്ട് ഈ ലഡാക്ക് ക്യാൻസലായി നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി ടണൽ റോഡുകളാണ്, ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ കാണുമ്പോൾ ബസ്സിലായിരുന്നു. അപ്പം ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്നും ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റുമെന്ന് വരെ ഞാൻ ചിന്തിച്ചതല്ല. വാ മാൻ, ആക്സിലേറ്റർ കൊടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒച്ചയാണ്. അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ, സീൻ സൗണ്ട് കേട്ടോ ടണലിൽ കൂടെ. എനിവേ ജീവിതത്തിലെല്ലാം എന്തെങ്കിലും ഒരു കാരണമൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിനു മുമ്പ് ഇവിടെ ഹിമാചലിൽ വന്നപ്പോൾ ഒരിക്കലും ഞാൻ ഓർത്തതല്ല ഇങ്ങനെ ബൈക്കായിട്ട് വരാൻ പറ്റുമെന്ന്. ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിവിടെ മോട്ടോർ സൈക്കിളായിട്ട് എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ റോഡ്സ് മാൻ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ വ്യൂ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരു അറ്റ്മോസ്ഫിയർ ആയി പോവുക ഓടിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട് ആ ഒരു വൈബായിട്ട്. ഫോർ ദ ടൈം ബീങ്, ഓ ഫക്ക് ബ്രോ, വേറെ ഒന്നുമില്ല. സൈഡിലെ സാഡിൽ സ്റ്റൈലുള്ള ലഗേജൊക്കെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി ഞാൻ കെട്ടി വെച്ചായിരുന്നു. ഇനിയും ചെടിയാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ നമ്മുടെ ഇന്ന് നിൽക്കാൻ പോകുന്ന ഹോം സ്റ്റേയുടെ അവിടെ കുറച്ച് ഓഫ് റോഡാണോ എന്നുള്ളൊരു സംശയം എനിക്കില്ല എന്നില്ല.
ഇതിലൊക്കെ ഈ റോഡ് പണിയത് എന്താണ് സമ്മതിക്കണം കേട്ടോ. പാറയൊക്കെ പൊട്ടിച്ച് ഈ ലെവലിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മെനക്കെട്ട പണി തന്നെയല്ലേ. നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ ടാറിങ് തന്നെ നമുക്കറിയാം, ആടിത്തൂങ്ങി ആ ഒരു ലെവലിലൊക്കെയാണല്ലോ പൊതുവെ പോകുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല, പക്ഷെ ഇവിടെ എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ പശുക്കളൊക്കെയാണ് ഇവിടുത്തെ ഓജി. അമ്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരുടെ ട്രിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു സീനുമില്ല. നമ്മുടെ ഫ്രണ്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി കൊടുത്തിരിക്കണം, അതാണ് അതിൻ്റെ രീതി. അതൊരു വൈബാണ് കേട്ടോ. ഞാൻ ഈ നോർത്തിലേക്ക് പോകുന്ന പിന്നെ ഇത് ഒരുപാട് കാണുന്നുണ്ട് പശുക്കളൊക്കെ. നമ്മൾ അപ്രതീക്ഷയൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് അത് നൈസായിട്ട് വണ്ടി ചവിട്ടി നിർത്തുക, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളങ്ങ് പോവാ, അതേ ഉള്ളൂ വഴി. വാ മാൻ, അമേസിങ്. നിങ്ങളിപ്പം ഈ വീഡിയോയും കാര്യങ്ങളും കാണുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്കൊരൊറ്റ കാര്യം ഉറപ്പ് പറയാം, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടൊന്നും ഒരിക്കലും ഈ ഒരു നാടിൻ്റെ ബ്യൂട്ടിയോ അതിൻ്റെ അറ്റ്മോസ്ഫിയറോ എന്ത് കാണിച്ചാലും നമുക്കത് ആ ഒരു സെയിം രീതിയിൽ പോയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പോലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ഒരു ഫോർ ദ എന്നാ പറയുന്നത്, ജസ്റ്റ് ഫോർ എ മെമ്മറി അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ ഞാനിതിപ്പം യൂട്യൂബിൽ വ്യൂവേഴ്സ് കൂട്ടാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. വേറെ കാര്യം, നമ്മൾ പോയ അതൊക്കെ പിന്നീട് ഇരുന്ന് കാണുമ്പോൾ ഓർക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഈ പറഞ്ഞ ഇതൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ അവർക്കും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു ഇത് മോട്ടിവേഷൻ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ സമയമില്ല എന്ന് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ജീവിതം എന്നും ഓടുന്നവരെ ഓടുകയുള്ളൂ. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത് വേണം. ഇപ്പം ഞാനിപ്പം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഏകദേശം ഞാൻ പറയാം ഇപ്പോൾ ഒരു 10,000 കിലോമീറ്റർ അടുത്തേലും ഓടിയാണ് ഇവിടം വരെ വന്നിരിക്കുന്നത്. സോ ഐ തിങ്ക് ലൈക്ക് ഞാൻ ആ ഒരു സെയിം മെൻറ്റാലിറ്റി ആയിട്ട് ഇരുന്നായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഇവിടം വരെ ഒന്ന് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് വരാൻ പോലും ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഇവിടുത്തെ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇവിടുത്തെ ആൾക്കാരുടെ വരവിനെ പറ്റി. സോ വി ഷുഡ് ബി കോൺഷ്യസ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഓർത്തോണ്ടിരിക്കുകയുള്ളൂ, അങ്ങ് ഇറങ്ങുക, ബാക്കിയൊക്കെ ആ ഒരു വഴിക്ക് ആ ഒരു വൈബിലങ്ങ് സെറ്റാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ എന്ത് എക്സ്ക്യൂസ് ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാലും നമുക്കത് എന്നും എക്സ്ക്യൂസായി പോവുള്ളൂ. അതുകൊണ്ട് like we have to just do it, like if we love that we have to. like എനിക്ക് റൈഡ് ചെയ്യുന്നത് ചെറുപ്പം തൊട്ടേ ഭയങ്കര ആഗ്രഹം ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കിങ്ങനെ ഒരു യാത്രയൊക്കെ വരണമെന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇത് സ്വപ്നം മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാകാതിരുന്നേനെ. അപ്പോൾ ഞാനത് യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു യാത്രയ്ക്ക് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായി, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മളതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും നമുക്ക് കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റുമല്ലോ. സോ ദാറ്റ്സ് ഓൾ മൈ ഫ്രണ്ട്സ്. ഡോണ്ട് ജസ്റ്റ് ഡ്രീം, ലൈക്ക് യു ഹാവ് ടു ലൈക്ക് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ ഡ്രീംസ് ഓൾസോ. 5 മണിക്ക് ആറായി കേട്ടോ. പക്ഷെ നിങ്ങളെ നോക്കിയാൽ ചെറിയ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ മലകളൊക്കെ കാണാനാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. എന്നാന്നറിയില്ല, എപ്പോൾ ഈ ഹിമാചലിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്ലസൻറ്റ് ഫീല്, ലൈക്ക് എന്താണേലും മുഖത്തൊരു ചെറിയൊരു സന്തോഷം നമുക്ക് ഉണ്ടാവും. ആ അറ്റ്മോസ്ഫിയറിൻ്റെ ആയിരിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ നാടിൻ്റേതായ ഒരു എനർജി ഉണ്ടല്ലോ, അതാണ്. ഇവിടെയൊക്കെ ബൈക്കിലും കാറിലും വരുന്ന ഒരു ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ വളവിക്കടൊക്കെ വെടിയും തീയും പോലെയാണ് ഇവിടുത്തെ ലോക്കൽസ് പോകുന്നത്. ബസ്സുകാരും ലോറിക്കാരും ഇവിടുത്തെ ലോക്കൽസിനെയാണ് നിങ്ങളെ കണ്ട
നല്ല വിടലാണ്. കാരണം ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ പോയിട്ടുള്ളതിൻ്റെ പേര് അറിയാം. പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറപ്പിക്കുക എന്നുള്ള വൈബാണ് അവന്മാർ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകാൻ നേരത്ത് ഒരുപാട് സൂക്ഷിച്ചോണം. അതുകൊണ്ട് പേടിച്ച് പോയേക്കരുത്. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയെന്ന് തോന്നുന്നു ഇങ്ങോട്ട്. പൂക്കളൊക്കെ നിരത്തിങ്ങനെ വീട് കിടപ്പുണ്ട്. കുറേ നേരമായിട്ട് എൻ്റെ പുറത്തെന്തോ കടിച്ചുകൊണ്ടിരിക്കുക. എന്നാ പൊന്നാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. കടിക്കാനായിട്ടൊന്നും കയറേണ്ടതല്ല. ചൂടൂരാണെന്ന് ഇപ്പം എൻ്റെ സംശയം. അത്യാവശ്യം ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൂളു മറ്റേ മണാലി അങ്ങോട്ടും പല പല സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റൂല കൂടെ. ഇന്ന് ഈ പുള്ളീനെ ഓവർടേക്ക് ചെയ്ത് പോയില്ലെങ്കിൽ പണിയാണ്. ഈ ചങ്ങായിക്ക് എന്താണ് ഈ പുള്ളിയുടെ മൈൻഡ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലോ. കയറിപ്പോകുന്നില്ല, നിർത്തിയിട്ട് പിന്നെയും കയറിപ്പോകുന്നു. ആ അവിടെ നിൽക്കടാ. ഓ ഗായ്സ്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പണി കിട്ടായിരുന്നാൽ മതിയായിരുന്നു. ഓ മാൻ, അമേസിങ്. ചെറിയൊരു ഡാമാണ് കേട്ടോ ഇത്. ഓ മാൻ, ഇത് മഴയ്ക്കുള്ള ഒരു വൈബിലാണ് ഇവിടെ നിൽക്കുന്നത്. നൈസായിട്ട് എവിടെയെങ്കിലും നിർത്തി ജാക്കറ്റ് സാധനങ്ങൾ എടുത്തിടുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന് പറ്റിയൊരു സ്പോട്ട് ഇനിയിപ്പം സൈഡ് ഫുള്ള് ഇങ്ങനെ പാറകൾ ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുകയാണ്. ഇവിടെ ചെറിയ രീതിയിൽ ഇത് പൊട്ടി താഴെ കയറാനുള്ള സാധ്യതയുണ്ടെന്ന് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ കൂടെ. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലേക്കാണ്. ഇവിടുന്ന് കാണാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ബസ്സിനൊക്കെ പോകുമ്പോൾ മൊത്തം നല്ല രസമാണ് കാണാൻ. ഞാൻ ഇവിടെ എത്തിയില്ലല്ലോ എന്നിങ്ങനെ ഓർത്തു. കാരണം എപ്പോഴാണേലും വൈകിട്ടോടെ ഡൽഹിയിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിരാവിലെ ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെയാണ് അവിടുത്തെ പൊതുവെയുള്ള ബസ്സുകളുടെ ടൈമിങ്. അപ്പം കണ്ണ് നിറന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇതായിരിക്കും കാണുന്നത്. അപ്പം യെസ്, എത്താറായി എന്നുള്ളൊരു വൈബിൽ. എനിവേ, അമേസിങ് ടു ബി ഹിയർ ഓൺ മൈ മോട്ടോർ സൈക്കിൾ. ഒരിക്കലും ഓർത്തില്ല ബൈക്കായിട്ടില്ല വരാൻ പറ്റുമായിരിക്കും എന്ന്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അല്ലേ കേട്ടോ ഒരു മുഴക്കം. ഇത് അത്യാവശ്യം നല്ല ദൂരമുള്ളതാന്ന് തോന്നല്ലോ. ഇത് നല്ല ദൂരമാണ് കേട്ടോ. എല്ലാവരും ചവിട്ടി വെച്ചേക്കാണ്. നമ്മൾ നൈസായിട്ട് സ്പീഡ് കുറച്ച്. നൈസ് മാൻ, നൈസ്. ഓ, ഇത് നല്ല ദൂരമുണ്ട് കേട്ടോ, നല്ല ദൂരമുണ്ട്. വൗ, ഇത് ഒരു ടണൽ കഴിയുമ്പോൾ തന്നെ അടുത്ത ടണലാണല്ലോ. ടണൽ നമ്പർ 12. നൈസ് നൈസ്. നല്ല രീതിയിൽ വെട്ടം വിളിച്ചുകൊണ്ട് കേട്ടോ.
ടണലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ബൈക്കിന്റെ മുഴക്കം കേൾക്കാൻ ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടല്ലോ. ചെറിയൊരു ഇൻക്ലൈനും ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. Yeah, finally we are going to reach the other side. Oh shit bro, കട്ട മഴയാട്ടോ, മഴയാണ്. ഇത് മൊത്തം നനയൂലോ. എവിടെയെങ്കിലും നിർത്തിയിട്ട് കോട്ടിടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടണൽ അടുത്ത ഒരു ടണല് കാണുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ തന്നെ നിർത്തിയിട്ട് നൈസായിട്ട് ജാക്കറ്റ് ഇടുന്നതായിരിക്കും ബുദ്ധി. നല്ല ഇടിവെട്ട് മഴയാണ്. യെസ് ബോയ്സ്, നമ്മൾ ടണൽ 13 ഇവിടെ കയറുന്നിടത്ത് തന്നെ നിന്ന് കുറച്ചും കൂടെ കിട്ടില്ല നൈസായിട്ട്. അങ്ങനെ വേണ്ട, നമുക്ക് ഇതിൻ്റെ അങ്ങ് അറ്റം ഉണ്ടല്ലോ, ആ അറ്റം എത്തുന്നതിൻ്റെ കുറച്ചും കൂടെ മുമ്പായിട്ട് തന്നെ ജാക്കറ്റ് ഇടാം. അപ്പോൾ അങ്ങോട്ട് മഴയാണോ അല്ലെന്ന് നോക്കിയിട്ടിട്ടാ പോരെ. ഓ ഇത് അടുപ്പിച്ച് എത്ര എണ്ണമാണ്, പൊളി, ഒന്നും പറയാനില്ല. വെച്ചിളക്കിക്കൊണ്ട് പോവുകയാണ്. ഒരു 120 പോയി കയറുമ്പോൾ തന്നെ എഞ്ചിന്റെ സൗണ്ട് കൂടെ മാറും. അപ്പം ഒരു രക്ഷയില്ല, ഒരു മുഴക്കം മാത്രമേ ഉള്ളൂ പുറകോട്ടോ. മഴയാ, ഇവിടെ എവിടെയെങ്കിലും നിർത്താം. നമുക്ക് കേൾക്കാൻ പറ്റുമോ ഈ മുഴക്കം? ഓ പൊളി. ഞാൻ നൈസായിട്ട് ജാക്കറ്റൊക്കെ ഇരട്ടെ, അല്ലെ പണി കിട്ടും.